ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തും. തട്ടിപ്പ് നടത്താൻ സംഗീതിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് വിജിലൻസും. നഷ്ടമായ പണം തിരിച്ചുപിടിക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അറിയിച്ചു. തട്ടിപ്പ് വ്യക്തമായപ്പോൾ തന്റെ പോലീസിൽ പരാതി നൽകിയെന്നും ടി വി സുബൈർ ജനം ടിവിയോട് പറഞ്ഞു. അന്വേഷിച്ച ബാങ്കിൽ നിന്ന് ഒരു രേഖ, ഒരു 15 ലക്ഷം രൂപ സംഗീത് എന്ന് പറയുന്ന ജീവനക്കാരൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും പോയതായി രേഖയടക്കമാണ് വിജിലൻസ് കൊണ്ടുവന്നത്. അത് നോക്കിയപ്പോൾ നമുക്കും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർക്കും മനസ്സിലായി ഇത്തരത്തിലൊരു 15 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നിലവിലെ ഓഫീസർക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് വിജിലൻസ് ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരിയായ ഇപ്പോഴത്തെ വെൽഫെയർ ഓഫീസറിനോടും ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ വീണ്ടും ഒരു 64 ലക്ഷം രൂപ സംതിങ് വേറൊരു വ്യക്തിയുടെ പേരിൽ ഇതേപോലെ പോയിട്ടുള്ളതായി കണ്ടു. വലിയൊരു എമൗണ്ട്, ഏതാണ്ട് 78 ലക്ഷം രൂപയോളം ബോർഡിൽ നിന്നും പോയതായി കണ്ടപ്പം CEO അപ്പോൾ തന്നെ ചെയർമാൻ എന്നുള്ള എന്നോട് വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞു. അങ്ങനെ CEO അപ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന സംഗീതിൻ്റെ പേരിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. കുറ്റം ചെയ്ത് ഈ പണം അപഹരിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഈ പണം തിരിച്ചു പിടിച്ച് പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട, ആനുകൂല്യമായി കൊടുക്കേണ്ട പണമാണ് ഇത്തരത്തിൽ പോയിട്ടുള്ളത്. അത് തിരിച്ചു പിടിച്ച് അവർക്ക് കൊടുക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുകയും കൂടാതെ ഈ പണം മുഴുവൻ തന്നെ ബോർഡിൽ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് കർശനമായ നടപടികൾ, നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നടന്നിരിക്കുന്നത് വലിയ തട്ടിപ്പാണെന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ ഈ തട്ടിപ്പിനെ പറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും തയ്യാറായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ തട്ടിപ്പ് പുറത്തുവിടുന്ന സമയത്ത് ലോട്ടറി ക്ഷേമനിധി ബോർഡൊക്കെ ഇതിൽ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 2018-19 കാലയളവിൽ തൊട്ട് തുടക്കുന്ന ഒരു തട്ടിപ്പ്, അത് പിന്നീട് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായിരിക്കുന്ന കെ സംഗീത് എന്ന് പറയുന്ന ജീവനക്കാരൻ, അയാൾ പിന്നീട് ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തും ആ തട്ടിപ്പ് തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ തെളിവുകളൊക്കെ വ്യക്തമാക്കുന്നത്. ലോട്ടറി ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറുടെ ചുമതലയുണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഒപ്പടക്കം വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ പണമടക്കം തട്ടിച്ചു എന്നുള്ളതും വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇപ്പോഴും പല അവ്യക്തതകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദമായ ഒരു പരിശോധനയ്ക്ക് വിജിലൻസ് തയ്യാറാകുന്നത്. നേരത്തെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിൽ വകുപ്പിലെ 5ഓളം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലോട്ടറി ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ നിന്നും ചെക്ക് ബുക്ക് ഉപയോഗിച്ചുമൊക്കെ പണം തട്ടിയെടുത്ത സംഭവത്തിൽ 5ഓളം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ഒരു പ്രാഥമിക സൂചന കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിലടക്കമാണ് ഇനി വിജിലൻസ് വ്യാപകമായ പരിശോധന നടത്തുന്നത്. ഈ തട്ടിപ്പ് പുറത്തു വന്ന സമയം മുതൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു സാധാരണ ക്ലർക്കിന് ഒറ്റയ്ക്ക് നടത്താൻ കഴിയുന്ന ഒരു തട്ടിപ്പല്ല ഇതെന്നുള്ള വിലയിരുത്തലുകൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ചെക്ക്, ഒരു ക്ഷേമനിധി ബോർഡിൽ നിന്നാണെങ്കിലും ശരി, സർക്കാർ സംവിധാനത്തിൽ നിന്നാണെങ്കിലും ഒരു ചെക്ക് ബുക്ക് മാറിയെടുക്കണമെങ്കിൽ അത് ക്ലർക്കിൻ്റെ മേശപ്പുറത്ത് നിന്നും ജൂനിയർ സൂപ്രണ്ടിൻ്റെ മേശപ്പുറത്തേക്കും പിന്നീട് വെൽഫെയർ ഓഫീസർ, വകുപ്പിന്റെ ഡയറക്ടർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഇടപെടലുകളും കുറിപ്പുകളും കൊണ്ട് മാത്രമായിരിക്കും അതിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. അങ്ങനെ വളരെ റിഗ്രസ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രം ചെയ്യേണ്ട ഒരു ജോലി ഒരു സാധാരണ ക്ലർക്കിന് മാത്രം അയാൾ ഒറ്റയ്ക്ക് ആ ചെക്ക് മാറിയെടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് വലിയ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ഇടവരുത്തിയ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വകുപ്പിന്റെ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം അത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുക എന്നുള്ള ചോദ്യവും നിലനിന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലെല്ലാം പിന്തുണ അല്ലെങ്കിൽ വലിയ സഹായം സംഗീതിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. ആ വിഷയത്തിലടക്കമാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തുക. അതോടൊപ്പം തന്നെ ഈ നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സംഗീത പല തവണയായി വ്യാജമായ അസുഖങ്ങളുടെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നത്, വ്യാജമായ സീലുകൾ തയ്യാറാക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഈ തട്ടിപ്പ് ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. ആഭ്യന്തര പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിലും അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.